ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം ഫോണൊന്നും ഫോർമാറ്റ് ആയിരുന്നു. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിലൊന്നും ഇല്ലാത്ത ആപ്ലിക്കേഷനായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടൈമായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ ഫോൺ ഫോർമാറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ഉപകാരപ്പെട്ടിരുന്നു ആ കണ്ടൻറ്റ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മൊബൈൽ ഫോർമാറ്റ് ആയാലും എങ്ങനെ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരുന്ന കോണ്ടാക്റ്റ് ഒക്കെ തിരിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പം പെട്ടെന്ന് ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോ ഇട്ടങ്ങ് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ വരാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അനുഭവിക്കുക. സൈഡിൽ ബെല്ലൈക്കൺ ഓൾറെഡി സെറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും ലൈക്കും കാര്യങ്ങളൊന്നും വ്യൂസൊന്നും തീരെ കൂടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നേരെ വീട്ടിലോട്ടങ്ങ് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഗൂഗിൾ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റപ്പ് ആൻഡ് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന റീസ്റ്റോർ കോണ്ടാക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ഫ്രം അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ നഷ്ടപ്പെട്ട ഫോണിലെ ഏത് ഇമെയിൽ ഐ ഡി ആണോ ലോഗിൻ ചെയ്തിട്ടുള്ള ആ ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുള്ള മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ആ മൊബൈലിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഡിവൈസ് സ്റ്റോറേജ് എന്നതിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോണ്ടാക്ട്സ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഒരു 10-20 കോണ്ടാക്റ്റ് ഡിലീറ്റ് ആക്കിയതിന് ശേഷമാണ് റീസ്റ്റോർ എന്ന ഓപ്ഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും കുറച്ച് കോണ്ടാക്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് റീസ്റ്റോർ ആയി കഴിഞ്ഞത്. റീസ്റ്റോർ കോണ്ടാക്റ്റ് എന്നൊരു കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എല്ലാ കോണ്ടാക്റ്റും റീസ്റ്റോറായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മൊബൈലിലേക്ക് ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ കോണ്ടാക്റ്റ് ഏതൊരു ഇമെയിൽ ഐ ഡിയുമായി സിങ്കായി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. നമുക്ക് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട്സ് ആൻഡ് സിങ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അക്കൗണ്ട്സ് ആൻഡ് സിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഇമെയിൽ ഐ ഡിയുമായാണ് സിങ്കായി നമുക്ക് കോണ്ടാക്റ്റുകൾ നമ്മുടെ മൊബൈലിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ മൊബൈൽ സൂക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ ആ ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് ആണെങ്കിൽ ഡയറക്റ്റായി വന്നിട്ടുണ്ടാവും. ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സിങ്ക് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമെയിൽ ഐ ഡി മുഖേന എല്ലാ കോണ്ടാക്റ്റുകളും നമ്മുടെ മൊബൈലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾ റിക്കവർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്തിട്ട് കോണ്ടാക്റ്റ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കോണ്ടാക്റ്റ് എന്നതിൽ പോയിട്ട് റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ആൻഡ് സിങ്ക് എന്ന ഓപ്ഷനിൽ കയറിയിട്ട് സിങ്ക് ചെയ്യുക. അപ്പോൾ ഏത് ഇമെയിലിൻ്റെ സെലക്ട് ചെയ്തിട്ട് കോണ്ടാക്റ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് സിങ്ക് ചെയ്യുക. ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ചാനലിൻ്റെ സപ്പോർട്ട് വളരെയധികം കുറവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.